1990 ഓഗസ്റ്റ് 2 കുവൈറ്റ് കത്തിയ ദിവസം മറക്കരുത്. സദ്ദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ചു. 7 മണിക്കൂർ കൊണ്ട് രാജ്യം വീണു. അന്ന് 1.7 ലക്ഷം ഇന്ത്യക്കാർ ഒറ്റ രാത്രി കൊണ്ട് അഭയാർത്ഥിയായി. ബാങ്ക് പൂട്ടി ശമ്പളം നിന്നു. വീട് ബോംബിട്ട് തകർത്തു. പാസ്പോർട്ട് കത്തിച്ചു. അന്ന് ഇന്ത്യ നടത്തി ലോകത്തിലെ ഏറ്റവും വലിയ എയർലിഫ്റ്റ്. 59 ദിവസം, 488 വിമാനം, 1,10,000-ൽ പരം പേരെ രക്ഷിച്ചു. ഗിന്നസ് റെക്കോർഡ്. പക്ഷേ അതിന് ഇന്ത്യയുടെ ഖജനാവ് അന്ന് കാലിയായി. നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലേഖനമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഡോക്ടർ ആശ ഉല്ലാസ്. ഈ പേര് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ദേശസ്നേഹികൾക്കും സുപരിചിതമാണ്. ഡോക്ടർ പഠിച്ച വിഷയമായിട്ടുള്ള സയൻസിനെ കുറിച്ച് മാത്രമല്ല, ജീവിതഗന്ധിയായിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ വിഷയങ്ങളെക്കുറിച്ചും മനോഹരമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതുന്ന അടിയുറച്ച ഒരു ദേശസ്നേഹി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ലേഖനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്തുകൊണ്ട് ലോക സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മളോട് ചെലവ് ചുരുക്കണം എന്നാവശ്യപ്പെട്ടു എന്നുള്ളതിന്റെ എല്ലാ വശങ്ങളും സമഗ്രമായി ഒത്തുചേർത്താണ് ഡോക്ടർ ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അത് ഷെയർ ചെയ്യുക മാത്രമല്ല, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഫാമിലി ഇസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ദ സൊസൈറ്റി എന്നാണ് സോഷ്യോളജി പറയുന്നത്. സാമൂഹിക ശാസ്ത്രം പറയുന്നത് കുടുംബമാണ് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ ഘടകം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ സാമ്പത്തിക ഭദ്രതയുണ്ടാകുമ്പോൾ അത് രാജ്യത്തെ തീർച്ചയായിട്ടും ശക്തിപ്പെടുത്തും. അതുകൊണ്ട് തന്നെ അത് പാലിക്കേണ്ടത് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഡോക്ടറുടെ ലേഖനത്തിലേക്ക് കടക്കുകയാണ്. ഡോക്ടർക്ക് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഇത്രയും മനോഹരമായിട്ട്, ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു ലേഖനം എഴുതിയതിന് ഡോക്ടർക്ക് പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ലേഖനത്തിലേക്ക് കടക്കുകയാണ്. ഡോക്ടർ ആശ ഉല്ലാസിന്റെ ലേഖനം ഇങ്ങനെ തുടങ്ങുന്നു. പരിഹസിക്കുന്നവരോട് തമാശയ്ക്ക് നിൽക്കേണ്ട സമയമല്ല ഇത്. ചരിത്രം മറന്നവർ ചരിത്രം ആവർത്തിക്കും. 1990 ഓഗസ്റ്റ് 2 കുവൈറ്റ് കത്തിയ ദിവസം മറക്കരുത്. സദ്ദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ചു. 7 മണിക്കൂർ കൊണ്ട് രാജ്യം വീണു. അന്ന് 1.7 ലക്ഷം ഇന്ത്യക്കാർ ഒറ്റ രാത്രി കൊണ്ട് അഭയാർത്ഥിയായി. ബാങ്ക് പൂട്ടി ശമ്പളം നിന്നു. വീട് ബോംബിട്ട് തകർത്തു. പാസ്പോർട്ട് കത്തിച്ചു. അന്ന് ഇന്ത്യ നടത്തി ലോകത്തിലെ ഏറ്റവും വലിയ എയർലിഫ്റ്റ്. 59 ദിവസം, 488 വിമാനം, 1,10,000-ൽ പരം പേരെ രക്ഷിച്ചു. ഗിന്നസ് റെക്കോർഡ്. പക്ഷേ അതിന് ഇന്ത്യയുടെ ഖജനാവ് അന്ന് കാലിയായി. 1991 സ്വർണം ലണ്ടനിൽ പണയം വെച്ചു. ഇന്ന് ഇസ്രയേൽ ഇറാൻ യുദ്ധം മൂർച്ഛിച്ചാൽ കുവൈറ്റ് മാത്രമല്ല, UAE, സൗദി, ഖത്തർ, ബഹ്റിൻ എല്ലാം കത്തും. അവിടെ 90 ലക്ഷം ഇന്ത്യക്കാർ. 1990 1.7 ലക്ഷം ആൾക്കാരെ കൊണ്ടുവരാൻ 2 മാസം വേണ്ടി വന്നു. 90 ലക്ഷം പേരെ. ദുബായ് എയർപോർട്ടിൽ ഒന്ന് ബോംബ് വീണാൽ കേരളം മുഴുവനും തെരുവിലാകും. ഇന്ത്യയുടെ 65% ക്രൂഡ് ഓയിൽ വരുന്നത് ഗൾഫിൽ നിന്ന്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞാൽ ലോകത്തെ 20% എണ്ണ വിതരണം നിലയ്ക്കും. 1990 ക്രൂഡ് ഓയിൽ വില 15 രൂപയിൽ നിന്ന് 41 പെട്രോൾ ക്ഷാമം, പവർക്കട്ട്, ബസ് നിർത്തി, ഫാക്ടറി പൂട്ടി. 2026 ക്രൂഡ് ഓയിൽ 150 കടന്നാൽ പെട്രോൾ 200 രൂപയാകും. ഡീസൽ 180, പാചകവാതകം 2500, സവാള 200. ഒരാഴ്ച കൊണ്ട് പമ്പ് ഡ്രൈ ആകും. അന്ന് കാളവണ്ടി യുഗം വേണ്ടിവരും. മോദിജി മിതത്വം പറയുന്നത് ഉപദേശമല്ല, മുന്നറിയിപ്പാണ്. മോദി വിദേശത്ത് പോകുന്നതും നീ പോകുന്നതും ഒന്നുപോലെയാണോ? അഗ്നിശമന സേനാ മേധാവി തീ കെടുത്താൻ പോകുന്നത് പോലെയാണ് മോദിയുടെ യാത്ര. സൗദിയിൽ പോയി എണ്ണക്കരാർ, അമേരിക്കയിൽ പോയി $50 ബില്യൺ നിക്ഷേപം, ഇസ്രായേലിൽ പോയി ഡ്രോൺ, റാഫേൽ ഡീൽ, ഗൾഫിൽ പോയി 90 ലക്ഷം പ്രവാസികളുടെ സുരക്ഷ ഉറപ്പിക്കൽ. മോദി ഒരു ദിവസം പോയാൽ 1 ലക്ഷം കോടിയുടെ നേട്ടം രാജ്യത്തിന്. നീ ബാങ്കോക്ക് പോയാൽ 1 ലക്ഷം രൂപയുടെ ഡോളർ ചോർച്ചയും. അദ്ദേഹം ബുർജ് ഖലീഫ കാണാനല്ല പോയത്, ബാരൽ എണ്ണ ഉറപ്പിക്കാനാണ് പോകുന്നത്. നമ്മൾ യാത്ര നിയന്ത്രിക്കണം. കാരണം 1 കോടി ഇന്ത്യക്കാർ ടൂർ പോയാൽ 2 ലക്ഷം കോടി രൂപ ഡോളറാക്കി വിദേശത്തേക്ക് പോകും. യുദ്ധം വന്ന് ഡോളർ 90 രൂപയാകുമ്പോൾ ഇത് ആത്മഹത്യയാണ്. കോവിഡിൽ ഗോവയിൽ പോകണം എന്ന് വാശി പിടിച്ചവർ
പിന്നെ വന്ദേ ഭാരത് മിഷൻ വിമാനത്തിന് ക്യൂ നിന്നു. രാജ്യം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ പിക്നിക്കല്ല പോളിസിയാണ് വേണ്ടത്. മോദി വിരോധം വെച്ച് മണ്ടത്തരം പറയരുത്. യുദ്ധം ജയിക്കാൻ ടൂറിസ്റ്റ് അല്ല ടാക്ടീഷ്യനാണ് വേണ്ടത്. ഇന്ത്യ വർഷം $50 ബില്യൺ സ്വർണം ഇറക്കുമതി ചെയ്യുന്നു. യുദ്ധം വന്നാൽ ഡോളർ 90 രൂപ കടക്കും. രൂപയുടെ മൂല്യം തകരും. ഒരു വർഷം സ്വർണം വാങ്ങിയില്ലെങ്കിൽ 4 ലക്ഷം കോടി സേവ് ചെയ്യാം. അതുകൊണ്ട് യുദ്ധകാലത്ത് എണ്ണ വാങ്ങാം, സൈന്യത്തിന് ആയുധം വാങ്ങാം, പ്രവാസികളെ കൊണ്ടുവരാം. കല്യാണത്തിന് സ്വർണം മാറ്റിവെക്കുന്നത് രാജ്യത്തിന്റെ കല്യാണം കഴിയാൻ വേണ്ടിയാണ്. അയൽ രാജ്യങ്ങളെ നോക്കൂ. പാകിസ്ഥാൻ പെട്രോൾ പമ്പിൽ 10 കിലോമീറ്റർ ക്യൂ, 18 മണിക്കൂർ പവർ കട്ട്. ശ്രീലങ്ക എണ്ണയില്ല, മരുന്നില്ല, പേപ്പറില്ല, രാജ്യം പാപ്പരായി. ബംഗ്ലാദേശ് ഡോളർ ഇല്ലാതെ ഫാക്ടറികൾ അടച്ചു. ഇവർക്കൊന്നും മോദിയെപ്പോലെ മുൻകൂട്ടി മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു നേതാവുണ്ടായിരുന്നില്ല. റെമിറ്റൻസ് ഗൾഫിൽ നിന്ന് വർഷം 1.2 ലക്ഷം കോടി രൂപ ഇന്ത്യയിലേക്ക് വരുന്നു. കേരളത്തിന്റെ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ. യുദ്ധം വന്നാൽ ഈ ബഡ്ജറ്റ്, ഈ ഓക്സിജൻ നിന്നാൽ കേരളം വെന്റിലേറ്ററിലാകും. ചബഹാർ, ഇറാനിലെ ചബഹാർ തുറമുഖം. ഇന്ത്യയുടെ 10,000 കോടി രൂപ നിക്ഷേപം. യുദ്ധം വന്നാൽ അഫ്ഗാനിലേക്കുള്ള നമ്മുടെ ഒരേയൊരു വഴി അടയും. പാകിസ്ഥാനെ മറികടന്ന് മധ്യേഷ്യയിലേക്ക് കയറാനുള്ള ഗേറ്റ് പൂട്ടും. പ്രതിരോധം ഇന്ത്യയുടെ 70% ഡ്രോണും ആയുധ ഇറക്കുമതിയും ഇസ്രയേലിൽ നിന്ന്. യുദ്ധം നീണ്ടാൽ ചൈന നമ്മുടെ അതിർത്തിയിൽ. നമ്മുടെ സൈന്യം അന്ധരാകും. മോദി സംയമനം പറയുന്നത് സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ കൂടിയാണ്. നിയന്ത്രണം എന്തിന്? ഇന്ധനം കുറയ്ക്കുക എന്ന് വെച്ചാൽ എണ്ണ സ്റ്റോക്ക് കൂട്ടിവെക്കാൻ. യുദ്ധം വന്നാൽ 6 മാസം പിടിച്ചു നിൽക്കാൻ. മെട്രോ അല്ലെങ്കിൽ WFH എന്ന് വെച്ചാൽ ഒരു ദിവസം 2 കോടി ലിറ്റർ എണ്ണ ലാഭം. ഒരു വർഷം 730 കോടി ലിറ്റർ. സ്വർണം ഒഴിവാക്കുക എന്നാൽ ഡോളർ സേവ് ചെയ്യുക, രൂപയെ രക്ഷിക്കുക. വ്യാജ വാർത്ത പരത്തരുത്. മോദി സ്വർണം പിടിച്ചെടുക്കും എന്നത് പച്ചക്കള്ളം. സാമൂഹിക കലാപം ഉണ്ടാക്കരുത്. ഇത് കോവിഡ് ലോക്ക്ഡൌൺ അല്ല, സാമ്പത്തിക സർജിക്കൽ സ്ട്രൈക്കാണ് രാജ്യത്തെ രക്ഷിക്കാൻ. ഇനി പരിഹാസ ടീമിനോട് കോവിഡിൽ ദീപം തെളിയിക്കാൻ പറഞ്ഞപ്പോൾ കളിയാക്കി, പിന്നെ ഓക്സിജന് ക്യൂ നിന്നു. 1990-ൽ നിന്റെ കുടുംബക്കാർ കുവൈറ്റിൽ കുടുങ്ങിയിരുന്നെങ്കിൽ നീ എങ്ങനെ ചിരിക്കുമായിരുന്നു? കോവിഡ് കാലത്ത് വന്ദേ ഭാരത് മിഷൻ വിമാനത്തിൽ ജീവനും കൊണ്ടുവന്ന നിന്റെ വീട്ടുകാരോട് ചോദിക്ക് മുൻകരുതൽ എന്താണെന്ന്. മോദി ജ്യോത്സ്യനല്ല, പ്രധാനമന്ത്രിയാണ്. ഇന്റലിജൻസ് റിപ്പോർട്ട് വായിക്കുന്ന ആളാണ്. അപകടം വരും മുമ്പ് മുന്നറിയിപ്പ് തരുന്നത് ഭീരുവിന്റെ ലക്ഷണമല്ല, രക്ഷകന്റെ ലക്ഷണമാണ്. 1990-ൽ VP സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ കോൺഗ്രസുകാർ പോലും കൂടെ നിന്നു. കാരണം വിഷയം രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ്. ഇനി മോദി വിരോധം മാറ്റിവെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ശ്രീ നരേന്ദ്രമോദിജിയെ കാണൂ. രാജ്യം പ്രതിസന്ധിയിലാകുമ്പോൾ രാഷ്ട്രീയം കളിക്കുന്നവൻ രാജ്യദ്രോഹിയാണ്. ചരിത്രം മറക്കുന്നവൻ ചരിത്രം ആവർത്തിക്കും. കുവൈറ്റ് ആവർത്തിക്കാൻ നമ്മൾ അനുവദിക്കരുത്. രാജ്യമുണ്ടെങ്കിലേ നമ്മളുള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ആശ ഉല്ലാസിന്റെ അതിമനോഹരമായിട്ടുള്ള ഈ പോസ്റ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.